ദന്തൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ദളിത് ആദിവാസി സംഘടനകളുടെ ഒരു പ്രതിഷേധം പരിപാടി, മാർച്ച് സംസ്ഥാനതല പരിപാടി ഏപ്രിൽ 18 അഞ്ചരക്കണ്ടി കോളേജിലേക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നത് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, ADF എന്നുള്ള ചുരുക്കപ്പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ ഒരു ദളിത് ആദിവാസി പ്ലാറ്റ്ഫോമിൻ്റെ നേതൃത്വത്തിലാണ്. എൻ്റെ പേര് ഗീതാനന്ദൻ, ഞാനതിൻ്റെ ജനറൽ കൺവീനറാണ്. അതോടൊപ്പം തന്നെ ഗോത്രമഹാസഭ എന്ന് പറയുന്ന പ്രസ്ഥാനം കേട്ടിരിക്കുമല്ലോ, അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയാണ്. ഇദ്ദേഹം IR സദാനന്ദൻ, കേരള ചേരമർ സംഘം എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന, പ്രത്യേകിച്ച് മധ്യ തിരുവനന്തപുരം നല്ല അടിത്തറയുള്ള ഒരു സമുദായ പ്രസ്ഥാനമാണ്. IR സദാനന്ദൻ സാറാണ് അതിൻ്റെ ചെയർപേഴ്സൺ. മേരി ലിഡിയ, ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് കലക്റ്റീവ് ഉണ്ട്, ആദിശക്തി സമ്മർ സ്കൂൾ, കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ അത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ കോർഡിനേറ്ററാണ്. ഇവിടെ KT സദാനന്ദൻ സാറ് വർണ്ണവർ സൊസൈറ്റിയുടെ ശിവാനന്ദ സാറ് ഞങ്ങളുടെ വൈസ് ചെയർമാനാണ്. ഒരാളുകൂടിയുണ്ട്, ശ്രീ ശശി, അദ്ദേഹം ഞങ്ങളുടെ മീഡിയ കോർഡിനേറ്ററാണ്. അദ്ദേഹം ഇതിൻ്റെ കോപ്പി എടുക്കാൻ പോയതുകൊണ്ട് വൈകുകയാണ്. എനിവേ, ഈ വിഷയം കേരളത്തിലിപ്പോൾ വളരെ സജീവമായി കത്തി നിൽക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു പൊതുധാരണ കേരളത്തിൽ വലിയ ജാതിയൊന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു സമൂഹമാണ് എന്ന ഒരു പൊതുബോധം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ശരിയാണ്, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ വളരെ മുന്നിലാണ് പല കാര്യങ്ങളിലും. പക്ഷേ വളരെ ഹിഡനായി ഇത് വളരെ സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ പല നിലയിൽ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവഗണനയും അവമതിയും നേരിടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. രജനീഷ് ആനന്ദിൻ്റെ ആത്മാഹുതിയെക്കുറിച്ച് നിങ്ങൾ പുതിയ തലമുറക്ക് അറിഞ്ഞുകൂടെങ്കിലും പഴയ തലമുറയ്ക്ക് അറിയാം. 16 വർഷം മുമ്പ് നടന്നതാണ്. ഇവിടെ ഈ ദേവസ്വം ബോർഡ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന്, എൻട്രൻസ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത കുട്ടിയാണ്. ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്തതിൻ്റെ പേരിൽ കോവിഡ് കാലത്ത് 9ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ടാകും. ഇതിൻ്റെത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. സർക്കാർ കണക്കനുസരിച്ച് ഏതാണ്ട് 2000-ഓളം 1800 ചില്ലുവാനും അതിക്രമങ്ങളാണ്, അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ്റെ പേരിലുള്ള അതിക്രമങ്ങളാണ് ക്യാമ്പസുകളിൽ നടക്കുന്നതും അതിൻ്റെ പേരിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പോലീസ് കംപ്ലയിൻ്റ് അല്ല പറയുന്നത്, പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള കംപ്ലയിൻറ്റ്സ്. അതിൽ പലതും പരിഹരിച്ചു എന്നാണ് പറയുന്നതെങ്കിലും ഇത്രത്തോളം ഗ്രാവിറ്റി നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. ഇത് പൊതുസമൂഹം വേണ്ടവണ്ണം അത് അഭിസംബോധന ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ തന്നെ വളരെ ഞെട്ടലോടുകൂടിയാണ് രാഷ്ട്രീയ സമൂഹം ഇതിനെ കാണുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അത് അങ്ങനെ തന്നെ അതിൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നിതിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാനത് ഒറ്റപ്പെട്ട പ്രശ്നമല്ല എന്ന് പറയാൻ കാരണം, ദേശീയ തലത്തിൽ ഇത് വളരെ കാലം മുമ്പേ തന്നെ വളരെ സജീവമായി ഈ വിഷയം ഉന്നയിക്കപ്പെടുന്നതാണ്. രോഹിത് വെമുലയുടെ ആത്മഹത്യ നിങ്ങൾക്ക് അറിയാം. അതിനു മുമ്പ് തന്നെ 2010 കാലഘട്ടത്തിൽ IIT-യിലും IIM-ലെല്ലാം തന്നെ നിരവധി കുട്ടികൾ ആത്മഹത്യ ചെയ്തതിൻ്റെ പശ്ചാത്തലം ഹയർ എഡ്യൂക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും പ്രൊഫഷണൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കാസ്റ്റിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത്. റാഗിങ്ങിൻ്റെ രൂപത്തിൽ മാത്രമല്ല, അത് അധ്യാപകരുടെ ഇടയിൽ നിന്നുൾപ്പെടെ ഏറ്റവും കൂടുതൽ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഇടയിൽ നിന്നും പ്രൊഫസർമാരുൾപ്പെടെയുള്ളവർ കാസ്റ്റിൻ്റെ പേരിലുള്ള വിവേചനം കാണിക്കുകയും, ദളിത് ആദിവാസി വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അവർ മെറിറ്റോറിയസ് ആയിട്ട് IIT-യിലൊക്കെ വരുന്ന മെറിറ്റോറിയസ് ആയിട്ടുള്ളവരായിരിക്കുമല്ലോ, ആണെങ്കിലും അവർ അക്കാഡമിക്കായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഒരു സപ്പോർട്ടും കൊടുക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ ഇത് വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഹോസ്റ്റൽ റൂമുകളിലും ക്യാൻറ്റീൻ പോലുള്ള പൊതുസ്ഥലങ്ങളിലുമാണ്. കുട്ടികൾക്ക് പിയർ ഗ്രൂപ്പ്, സുഹൃത്സംഘം ഉണ്ടാകില്ല, അവരെ ഒറ്റപ്പെടുത്തും. പല നിലയിൽ അവരുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അവരുടെ ഡെസർട്ടേഷൻ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നതിന്, PhD സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ഗൈഡിൽ നിന്ന് തന്നെയുള്ള അതിക്രമങ്ങൾ തുടങ്ങി പാൽത്തദ്യയുടെ അങ്ങനെയുള്ള സംഭവമാണ് ആത്മാഹുതി. അപ്പോൾ ദേശീയ തലത്തിൽ വളരെ രൂക്ഷമായതുകൊണ്ട് തന്നെ ഇതിനൊരു നിയമനിർമ്മാണം വേണം എന്നുള്ള നിലയിൽ ഡോക്ടർ തോറാട്ട്, മുൻ UGC ചെയർമാനായിരുന്നു, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തന്നെയാണുള്ളത്. ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് UGC അതിൻ്റെ റെഗുലേഷൻ കൊണ്ടുവരികയും അടുത്ത കാലത്ത് UGC അത് റദ്ദാക്കി പുതിയൊരു റെഗുലേഷൻ കൊണ്ടുവന്ന് അട്ടിമറിക്കാനുള്ള ശ്രമം BJP ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 2016 കാലഘട്ടങ്ങളിൽ രോഹിതിൻ്റെ ആത്മഹത്യക്ക് ശേഷം ഒരു നിയമം വേണം, രോഹിത് ആക്ട് എന്നുള്ള പേരിൽ നിയമം വേണം എന്നുള്ള നിലയിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ക്യാമ്പസുകളിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ
എന്തെങ്കിലും സംഭവിച്ചാൽ അത് പല ലെവലിലുണ്ടാകാം. ക്ലാസ് റൂമിലായിരിക്കാം, അധ്യാപകരുടെ ഭാഗത്തു നിന്നായിരിക്കാം, ടീച്ചിങ് സ്റ്റാഫിൻ്റെ നിലയിൽ നിന്നായിരിക്കാം. അത് പനിഷബിളാക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു നിയമം വേണമെന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന കർണാടക ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി. ഞാൻ അക്കാര്യം പശ്ചാത്തലം പറഞ്ഞത് ഇങ്ങനെയൊരു പ്രൊട്ടക്റ്റീവ് ലോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ നമ്മൾ പലപ്പോഴും വലിയ കുറ്റം ചെയ്യുന്നു. ഇതിലിപ്പോൾ കുറ്റാരോപിതരായിരിക്കുന്ന അധ്യാപകർ ചെയ്ത് കാട്ടിക്കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ മരണപ്പെട്ട കുട്ടിയല്ല ഇപ്പോൾ പറയുന്നത്. അത് സാക്ഷ്യപ്പെടുത്തുന്നത് അവിടെ തന്നെയുള്ള ജൂനിയർ സീനിയർ ഭേദമന്യേ അവരിപ്പോൾ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ക്രൂരമായ, നിങ്ങളെല്ലാം പ്രിന്റ് മീഡിയ എടുത്തു നോക്കിയാൽ ഇന്നത്തെ മനോരമയിലും മാതൃഭൂമിയിലും എല്ലാ പത്രങ്ങളിലും അത് നിറഞ്ഞു നിൽക്കുകയാണ് അവിടുത്തെ അതിക്രമങ്ങൾ. ഇപ്പോൾ അതങ്ങനെ ആയിരിക്കെ തന്നെ ഈ വിഷയം സംസ്ഥാന ഗവൺമെൻറ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയത്തെ ഡയല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം, ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ സുരക്ഷിതമായി വിട്ടിരിക്കുന്നത്? സ്ഥാപനമാരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. 3 പേരെ സസ്പെൻഡ് ചെയ്തു. ഒരു അധ്യാപകരെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ കൃത്യമായ കാരണമുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അധികാരികൾ. ഞങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഘടനകൾ ഇന്ന് കോളേജ് ഇന്നലെ പ്രിൻസിപ്പലിനെ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പല നടപടികളും ശരിവെച്ചു, അവിടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതുമാത്രമല്ല, ഇതിലിപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ്, ബോധപൂർവമല്ലാത്ത നരഹത്യ, ആത്മഹത്യയൊക്കെ പ്രേരണക്ക് ബോധപൂർവമല്ലാത്ത നരഹത്യ, അത് പഴയ നിയമം അനുസരിച്ച് 304 അതനുസരിച്ചുള്ള കുറ്റം ചാർത്തിയിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. തദനുസൃതമായി SC/ST അട്രോസിറ്റി ആക്ടിൻ്റെ വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻറ്റി റാഗിംഗ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ട് ഇത് നോൺ ബെയിലബിളാണ്. ജാമ്യം കൊടുക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കുറ്റമായതുകൊണ്ട് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് അറസ്റ്റ് ചെയ്യേണ്ടതും അവരുടെ മൊഴികൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു അതിനെ വഴിതിരിച്ചു വിടുന്നു എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നത്. കാരണം ഇതിലൊരു വിഷയം, കുട്ടി ഒരു ലോൺ ആപ്പ് വഴി ഒരു വായ്പ എടുത്തതിനെ ഹൈലൈറ്റ് ചെയ്യാനും അതുമൂലമുള്ള ഒരു മാനസിക സമ്മർദ്ദം കൊണ്ടാണ് കുട്ടി ആത്മഹത്യയിലേക്ക് എത്തിയത് എന്നതും പരിശോധിക്കേണ്ടതെന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വേഷം. ഇത് കുടുംബം വിശദീകരിച്ചു, 14,000 രൂപയുടെ കടമെടുത്തു, അതെല്ലാം വീട്ടിൽ തീർത്തു, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ വിവാദമാക്കി, അതാണ് മരണകാരണം എന്ന് ഈ പ്രതികളിൽ നിന്നൊരു മൊഴി കിട്ടാൻ, പ്രതികൾ അങ്ങനെയാണല്ലോ അവരെ കേസിനെ ഡിഫെൻഡ് ചെയ്യുക, അവർക്ക് ഡിഫെൻസിന് വേണ്ടിയുള്ള ഉപാധി പോലീസ്, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലാ പോലീസ് കമ്മീഷണർ, അവിടുത്തെ സിറ്റി കമ്മീഷണർ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രശ്നം. എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ തന്നെ പറയാം. അറസ്റ്റ് നീണ്ടുപോകുന്നു, അവർ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിന് സമീപിക്കുന്നു. നോൺ ബെയിലബിൾ ഒഫൻസിന്, പ്രത്യേകിച്ച് അട്രോസിറ്റി ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ലെങ്കിലും സാധാരണ ഒരു കീഴ്വഴക്കം പോലെ ചെയ്യുന്നത് കോടതി പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നതിന് പകരം കേസ് ഡിസ്പോസ് ചെയ്തിട്ട് പറയും, ഇത് നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചോളാൻ പറയും. ഈ ഒരു സാധ്യത ഉപയോഗിച്ച് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്യും. നിരവധി കേസുകളിൽ ഇങ്ങനെ മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ട്. വളരെ ഇല്ലീഗലായാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഗവൺമെൻറ്റിന് ആർജവമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കെയർടേക്കർ മന്ത്രിസഭയാണുള്ളത് നമുക്കറിയാം. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിന് എന്തെങ്കിലും ആർജവമുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, ധർമ്മട മണ്ഡലത്തിൽ എന്തെങ്കിലും ആർജവമുണ്ടെങ്കിൽ പ്രതികളെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം കേസ് അട്ടിമറിക്കയിലേക്ക് പോകുന്നു എന്നതാണ്. ഒന്ന് നിങ്ങൾ ആലോചിക്കണം, പ്രതികൾ വളരെ ബലവാന്മാരാണ്. ഇവർ സസ്പെൻഷൻ ഒരു ഹ്രസ്വകാലത്തിലേക്ക് ഉണ്ടാകുള്ളൂ. അന്വേഷണം നീണ്ടുപോകണമെങ്കിൽ ക്യാമ്പസിലേക്ക് തിരിച്ചു വരും. ഇനി ക്യാമ്പസിൽ തിരിച്ചു വന്നിരുന്നെങ്കിലും അവർക്ക് സാക്ഷികളെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വലിയ സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. പ്രതികളെല്ലാം തന്നെ പ്രബലരാണ്. അവരുടെ ബന്ധങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പ്രബലരാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ SFI ഒക്കെ സ്റ്റാൻഡ് എടുത്തുന്നത് ശരിയാണ്, പക്ഷേ എന്തുകൊണ്ട് അറസ്റ്റ് നടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രോബ്ലമാറ്റിക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരാവശ്യം, ഈ 304 മാത്രം പോരാ, അതിനകത്ത് ആത്മഹത്യ പ്രേരണയുണ്ട്, അറ്റ്ലീസ്റ്റ് 308 നരഹത്യക്കുള്ള കേസ് എടുക്കണം. മാത്രമല്ല അതിൽ മറ്റെന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ, മർഡർ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഇൻവെസ്റ്റിഗേഷനിൽ പ്രൂവ് ചെയ്യപ്പെടേണ്ടതാണ്. സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പോലീസ് അങ്ങനെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്ന്. രണ്ടാമത്തെ, സ്ഥാപനത്തിൻ്റെ അംഗീകാരം റദ്ദാക്കണം. ഇത്തരം സ്ഥാപനങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് അംഗീകാരം നിലനിർത്തുന്നത് എന്നുള്ളത്. കണ്ണൂർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വ്യാപകമായ നേരത്തെ പരാതി ഉണ്ടായിരുന്നു. അതേ ക്യാമ്പസിലാണ് നടക്കുന്നത്, അതേ മാനേജ്മെൻ്റാണെന്നാണ് എൻ്റെ ധാരണ.
അവിടെ ഇല്ലാത്ത കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചതിൻ്റെ പേര് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് അതിൻ്റെ താൽക്കാലികം റദ്ദാക്കിയിരുന്നു. ഇതിപ്പം ഇത്രയും ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ട് ആൻറ്റി റാഗിങ്ങിൻ്റെ മാത്രമല്ല ഒരു മർഡർ പോലുള്ള ഒരു സംഭവത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ സ്റ്റാഫ് റാഗിങ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ടീച്ചിങ് സ്റ്റാഫിൻ്റെ കുട്ടികളൊക്കെ ചെറിയ മൈൽഡ് റാഗിങ് നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് കുട്ടികൾക്ക് നിൽക്കുന്നു. പക്ഷേ അധ്യാപകരുടെ പക്ഷത്ത് നിന്ന് സംഘടിതമായി ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ അംഗീകാരം എന്തിന് നിലനിർത്തി കൊണ്ടുപോകണം എന്നത് പ്രശ്നമാണ്. അതുകൊണ്ട് അംഗീകാരം റദ്ദാക്കണം. മൂന്നാമത്, അടിയന്തരമായും ഗവൺമെൻറ് ചെയ്യേണ്ടത്, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലുള്ള രോഹിത് ആക്ട് പോലുള്ള ഒരു SC/ST സ്റ്റുഡൻസിനെതിരെ അതിക്രമം തടയാനുള്ള ഒരു ലോ സംസ്ഥാന നിയമസഭ അടിയന്തരം പാസ്സാക്കണം. ഞങ്ങൾ ഈ ഇലക്ഷന് മുമ്പ് എല്ലാ മുന്നണികൾക്കും ഒരു അവകാശ പത്രിക കൊടുത്തതിൽ പ്രധാനപ്പെട്ട ഒന്നിതായിരുന്നു. അത് UDF അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രകടന പത്രികയിൽ ആ വാഗ്ദാനം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2-3 ദിവസം പാർട്ടി സംഭവം ഉണ്ടായ ഉടൻ തന്നെ VD സതീശൻ സാർ അതങ്ങനെ ഞങ്ങളത് വന്നാൽ നടപ്പാക്കുന്നു വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഏത് ഗവൺമെൻറ് ഇപ്പം ഭരണ പ്രതിപക്ഷങ്ങളെല്ലാം തന്നെ യുനാനിമസായി എടുക്കേണ്ടതാണ് രോഹിത് ആക്ട് പോലുള്ളൊരു നിയമം. അതുണ്ടെങ്കിൽ മാത്രമേ കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. ഇതാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഞങ്ങൾ 18-ാം തീയതി അവിടേക്ക് സ്റ്റേറ്റ് ലെവൽ ഒരു മാർച്ച് നടത്തുന്നത്. ഏതാണ്ട് 1000-ഓളം പേര് പങ്കെടുക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് മാർച്ചായിരിക്കും അത്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പഠന പ്രക്രിയ എന്ന് പറയുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് ഹയർ സെക്കൻഡറി ലെവലിലും ഹൈസ്കൂൾ ലെവലിലും ഒക്കെയാണ്. പക്ഷേ ഇപ്പോഴും ഈ പഠന പ്രക്രിയ ഹയർ എഡ്യൂക്കേഷനിൽ മാത്രം വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടില്ല. ഇപ്പോഴും ഹയർ എഡ്യൂക്കേഷനിൽ അത് അധ്യാപക കേന്ദ്രീകൃതമാണ്. അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പഠന പ്രക്രിയയാണ് ഇപ്പോൾ നമ്മുടെ നിലവിൽ ഹയർ എഡ്യൂക്കേഷനിലുള്ളത്. അത് യൂണിവേഴ്സിറ്റിയിലായാലും മറ്റേ IIT-യിലായാലും മറ്റെവിടെ ആണെന്ന് പറഞ്ഞാലും ഉയർന്ന തലങ്ങളിലുള്ള എല്ലാം. കാരണം സെഷൽ മാർക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഇൻറ്റേർണൽ മാർക്കുണ്ട്. ഇവിടെ എല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കാതെ തങ്ങൾ പറയുന്ന കേൾക്കാത്ത വിദ്യാർത്ഥികളുടെ മാർക്കുകൾ കുറയ്ക്കുക, അത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നു. ഇപ്പം നമുക്കറിയാം, അവിടുത്തെ മീഡിയകളിൽ തന്നെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പല പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഈ അധ്യാപകനെതിരെയും അധ്യാപികയ്ക്കെതിരെയും വളരെ ശക്തമായ രീതിയിൽ ഇവരെ പല രീതിയിലും ബോഡി ഷെയിം ചെയ്യുന്നു. പേരുകൾ ഇപ്പം വൈറ്റായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിനെ വൈറ്റി എന്ന് പറയുക, ഇരുണ്ട നിറമുള്ള കുട്ടിയാണെങ്കിൽ അതിനെ ബ്ലാക്കി എന്ന് പറയുക. എത്ര മോശമായിട്ടുള്ള വികൃതമായിട്ടുള്ള വൈകല്യം നിറഞ്ഞ ഒരു മാനസികാവസ്ഥയാണ് ഈ ഡോക്ടർ N. രാമെന്ന് പറയുന്ന ആ അധ്യാപകനുള്ളത്. അത് യഥാർത്ഥത്തിൽ അയാളെ പിരിച്ചുവിടേണ്ടതും, നേരത്തെ അദ്ദേഹത്തിനെതിരെ ഈ കുട്ടികൾ പരാതി കൊടുത്തപ്പോൾ തന്നെ പിരിച്ചുവിടപ്പെടേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കോളേജിന് വരെ പേരുദോഷം ഉണ്ടാക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ ദേശീയ തലത്തിൽ തന്നെ ഏതാണ്ട് 132ഓളം വിദ്യാർത്ഥികൾ, അത് പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികൾ, SC വിദ്യാർത്ഥികളൊക്കെ 132ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ആത്മഹത്യയിലേക്ക് പോകുന്നത്? തങ്ങൾ പഠിച്ച് നല്ല ഒരു നിലയിലെത്തി തൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും സേവിക്കണം എന്നാഗ്രഹിച്ച് ഉന്നത തലങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ ആത്മഹത്യ ചെയ്യപ്പെടുന്നത് അവൻ്റെ എല്ലാം നശിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ പോകാത്ത നിലയിൽ രോഹിത് ആക്ട് നടപ്പാക്കുക, അത്തരത്തിലുള്ള കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പഠന പ്രക്രിയ നമ്മുടെ സംസ്ഥാനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ദലിത് പിന്നോക്ക വിദ്യാർത്ഥികളാണ്. അത് എയ്ഡഡ് കോളേജുകളെന്നോ അൺഎയ്ഡഡ് കോളേജുകളെന്നോ സർക്കാർ കോളേജുകളെന്നോ ഒന്നുമില്ല. അതിൽ ഈ അധ്യാപകരായിട്ട് വരുന്ന പാരമ്പര്യമായിട്ട് ജാതീയതയും അതുപോലെ രൂഢമൂലമായിട്ട് നിൽക്കുന്ന ഇവരുടെ ആ മാനസികാവസ്ഥയാണ് ഇങ്ങനെ അവരെ പ്രേരിപ്പിക്കുന്നത്. അവരുടെ ചെറുപ്പകാലത്തിലുണ്ടായിരുന്ന അവർക്ക് ലഭിച്ച ആ സൗകര്യത്തെ അത് അവർ പ്രയോഗിക്കുന്നത് അവരുടെ കുട്ടികളിലേക്കാണ്. അതുകൊണ്ട് യാതൊരു രീതിയിലും ഇയാളെ അനുവദിക്കാൻ പറ്റുകയില്ല. സാർ പറഞ്ഞ പോലെ മുൻകൂർ ജാമ്യം അവർക്ക് അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് അടിയന്തരമായിട്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യണം.
18-ാം തീയതി അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിലാണ്ട് 500-ലധികം ആളുകൾ, കുട്ടികളും അതിൽ വിദ്യാർത്ഥികളും ഒക്കെ ഉൾപ്പെടുന്ന 500-ലധികം ആളുകൾ കോളേജിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുകയാണ്. അത് ശക്തമായിട്ടുള്ള പ്രതിഷേധ മാർച്ചായിരിക്കും അവിടെ നടക്കുന്നത്. ഇതാണ് പറയാൻ. ഒരു സ്റ്റുഡൻറ് പ്ലാറ്റ്ഫോമിൻ്റെ പ്രതിനിധിയാണ്. ഞാൻ ആദിശക്തി സമ്മർ സ്കൂളിനെ പ്രതിനിധീകരിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം നിതിൻ്റെത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള വലിയ ചോദ്യമാണ്. കാരണം എല്ലാ ക്യാമ്പസുകളിലും ഇതല്ലെങ്കിൽ വേറൊരു തരത്തിൽ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ വളരെയധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് വരുമ്പോൾ മാത്രമാണ് ഈ വിഷയം നമ്മുടെ ഇടയിലേക്ക് ചർച്ചയിലേക്ക് വരുന്നത്. അതിനുശേഷം ഈ വിഷയം കെട്ടടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അറിയാം, രജനീസ് ആനന്ദ് മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇത്ര കാലം എടുത്തു കഴിഞ്ഞാൽ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം കംഫർട്ടബിളായി ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇപ്പം കഴിഞ്ഞൊരു വർഷത്തെ കാലയളവിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഗ്രാൻസ് ലഭിക്കാത്തത് മൂലമൊക്കെ തന്നെ ഒരു 150ഓളം വിദ്യാർത്ഥികൾ ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ എല്ലാ കാരണങ്ങൾ എന്താണെന്നോ ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന ഇഷ്യൂ എന്താണെന്നോ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ പല ഇൻഡെക്സുകൾ നിരത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെയും വികസന മാതൃകകളെയും മുന്നോട്ട് കാണിക്കുമ്പം ക്ലാസ് റൂമിൻ്റെ അകത്ത് വളരെ സേഫായി മറ്റു വിദ്യാർത്ഥികളെ പോലെ അന്തസ്സോടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പലതരത്തിലുള്ള ഇപ്പം പ്രത്യേകിച്ച് ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, രക്ഷിതാക്കളിൽ വളരെ ലോ ഇൻകം സ്റ്റാറ്റസിലുള്ള രക്ഷിതാക്കളുള്ള വിദ്യാർത്ഥികൾ വളരെ സമ്മർദ്ദത്തിലാണ് ഇന്നത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ ക്ലാസ് റൂമിൻ്റെ അകത്തേക്ക് പോകേണ്ടി വരുന്നത്. ഇപ്പം നമുക്കറിയാം വളരെ തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ്. എല്ലാ SC/ST വിദ്യാർത്ഥികൾക്കും എല്ലാം ഫ്രീ ആണെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ റിസർവേഷൻ്റെ ആനുകൂല്യം ഉണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം അങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടുവാണല്ലോ, നിങ്ങളൊന്ന് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ജോലിയാണല്ലോ എന്ന് പറയുന്നിടത്ത് വളരെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളുടെ അകത്താണ് ഓരോ ആദിവാസി ദളിത് വിദ്യാർത്ഥിയും ക്ലാസ് റൂമിൻ്റെ അകത്ത് അനുഭവിക്കുന്നത്. കാരണം ഇവരുടെ നിതിൻ്റെ കേസിൽ തന്നെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹോസ്റ്റലിൽ നിതിന് എത്രത്തോളം സേഫായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. ഒരു ഹോസ്റ്റൽ റൂം കിട്ടുക എന്ന് പറയുന്നത് ഇപ്പം ഇവരുടെ ഈ ഹോസ്റ്റൽ അലവൻസ് പോലും, ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഹോസ്റ്റൽ അലവൻസ് പോലും തുച്ഛമായിട്ടുള്ള പൈസ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ആദിശക്തി സമ്മർ സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികളെ കോളേജ് ഹോസ്റ്റലിൽ താമസിപ്പിക്കാതിരുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫീസ് 7,500 8,000 11,000 കൊച്ചി പോലുള്ള നഗരത്തിലേക്കുള്ള ഹോസ്റ്റലുകളിലൊക്കെ തന്നെ ഈ ഫീസാണ്. ഗവൺമെൻറ് കൊടുക്കുന്ന വെറും 3,500 രൂപയാണ്. ഈ 3,500 രൂപ കൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള കുട്ടികളുടെ ഭക്ഷണമാണ്, പൈസയുടെ ഭക്ഷണമാണ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പല തരത്തിൽ വാർഡന്മാർ, ഹോസ്റ്റലിലെ സ്റ്റാഫുകൾ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് എന്താ പറയുക, അവരെ മോശമായി പെരുമാറിയതിന് ശേഷം പ്രൊട്ടസ്റ്റ് വരെ നടത്തിയിട്ടുള്ള ക്യാമ്പസുകളുണ്ട്. എന്നിട്ട് ഇത്രയും കാലമായിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇക്വിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നും ആ ഇക്വിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ക്ലാസ് റൂമിൻ്റെ അകത്ത് സേഫായി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുകയും ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രോഹിത് ആക്ട് വരണമെന്നും ക്ലാസ് റൂമിൽ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ പഠനത്തിന് അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ അങ്ങനൊരു ഇഷ്യൂ ഉണ്ടായാൽ അതിന് ഒരു നടപടി ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് പൊതുസമൂഹം മാറേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇത് ആദിവാസിയും ദളിത് വിദ്യാർത്ഥിയും അവരുടെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് അല്ല ഇത്. നമ്മൾ പൊതുസമൂഹത്തിലുള്ള മനുഷ്യന്മാർ അവരോട് കാണിക്കുന്ന അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂ കാരണം സംഭവിക്കുന്നതാണ്. ഇപ്പം
ഒരു ക്ലാസ് റൂമിൻ്റെ അകത്ത് ഒരു SC/ST വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അവരെന്താണ് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, അവർ ഏത് മാനസികാവസ്ഥയിൽ കൂടെ പോകുന്നത് എന്നൊന്നും തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധ്യവും ഇല്ല. ഇവർ ആദിവാസി ദളിത് വിഭാഗങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അക്കാഡമിക് നിലവാരമുള്ള സിലബസുകളില്ല. ടീച്ചേഴ്സിനും അധ്യാപകർക്കും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരോട് എങ്ങനെ പെരുമാറേണ്ടതെന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ സിറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് വളരെ വിശദമായിട്ട് ഒരു 30 പേജ് അടങ്ങുന്ന റിപ്പോർട്ട് ആദിശക്തി സമ്മർ സ്കൂളിൻ്റെയും ദളിത് ആദിവാസി സംഘടന നേതൃത്വത്തിൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷന് കൊടുത്താണ്. ഇതേപോലെയുള്ള ഇഷ്യൂസ് കുട്ടികൾ ക്ലാസ് റൂമിൻ്റെ അകത്ത് അനുഭവിക്കുന്നുണ്ട്. ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു തരത്തിലുള്ള നടപടിയും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. രോഹിത് ആക്ട് വരണം. ഇത് ചെയ്ത കമ്മിറ്റഡ് ആയിട്ടുള്ള കൾപ്രിറ്റ്സ് ആയിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണം. ഇതിന് നടപടി ഉണ്ടാവണം. അല്ലെങ്കിൽ കേരളത്തിലെ ആദിവാസി ദളിത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുള്ള വലിയൊരു പ്രതിഷേധം ഉണ്ടാവും. ഇനിയെങ്കിലും കേരളം കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഇത് എന്താ പറയുക, ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ ഒരു അപ്രൈസിങ്ങിലൂടെ ഉള്ളൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടാകും. കാരണം അത്രയധികം കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ ഒരു 4-5 തവണ ഈ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നു ഈ ഗ്രാൻഡ് വർദ്ധിപ്പിക്കണം, ഹോസ്റ്റൽ അലവൻസ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ പ്രൊട്ടസ്റ്റ് ചെയ്തു. അപ്പോഴൊന്നും ഇത് ആരും കാണാറില്ല. ഒരു ആത്മഹത്യ വരുമ്പോഴാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നതും കുറച്ച് നാളത്തേക്ക് മാത്രം അത് കത്തി നിൽക്കുന്നു. ഇതിന് അടിയന്തരമായ പരിഹാരം വേണമെന്നാണ് ആദിശക്തി സമ്മർ സ്കൂളിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്.